നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തിരിച്ചറിയൽ കാർഡിനെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും പ്രശംസിച്ച ട്രംപ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് നടപ്പിലാക്കണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാറിന്റെ ചോദ്യവും ട്രംപ് പോസ്റ്റിൽ ഉൾപ്പെടുത്തി. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡില്ലാതെ അമേരിക്കയിൽ എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമെന്ന് ഗ്യാനേഷ് കുമാർ US ഭരണകൂടത്തോട് ചോദിച്ചതായി ട്രംപ് പറഞ്ഞു. ഇന്ത്യയിൽ 64,60,00,000 വോട്ടർമാരുണ്ടായിരുന്നു. ഇതിൽ 1% താഴെ ആളുകൾ മാത്രമാണ് തപാൽ മാർഗം വോട്ട് ചെയ്തത്. ഓരോ വോട്ടർമാർക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ഉണ്ടായിരുന്നു. സേവ് അമേരിക്ക ആക്ട് US ഉടൻ നടപ്പാക്കേണ്ടതുണ്ടെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ കീഴടങ്ങണം, നിലപാട് കൂടുതൽ കടുപ്പിച്ച ട്രംപ്. ഇറാൻ അമേരിക്ക യുദ്ധം 6ാം മാസത്തിലേക്ക് നീങ്ങുന്നതിനിടെ നിലപാട് കൂടുതൽ കടുപ്പിച്ച അമേരിക്ക. ഇറാൻ കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ ഒമാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന അസാധാരണ മുന്നറിയിപ്പും ട്രംപ് നൽകി. ഫോണിലൂടെ നടത്തിയ അഭിമുഖത്തിനിടെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയതെന്നാണ് ഫോക്കസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ചമ്പത് റായിക്ക് ക്ലീൻ ചിറ്റ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്കും മുൻ അംഗം അനിൽ മിശ്രയ്ക്കും ക്ലീൻ ചിറ്റ്. സംഭാവന കൊള്ള ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇരുവരും ട്രസ്റ്റിന്റെ സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. സംഭാവനകളിലെ മോഷണ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ജൂൺ 27-നാണ് ചമ്പത് റായിയും മിശ്രയും ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ചത്. തുടർന്ന് ഇരുവരെയും SIT ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിനിടെ ചമ്പത് റായി സംഭാവന കൊള്ളയിൽ യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചു. സംഭാവനകളിൽ ക്രമക്കേടുകൾ ഒന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ താൻ നടപടി സ്വീകരിച്ചതായും റായ് പോലീസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പുകളിലെ കള്ളപ്പണം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് സുപ്രീം കോടതി. തിരഞ്ഞെടുപ്പുകളിലെ കള്ളപ്പണ ഉപയോഗം തടയുന്നതിന് കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം ഉപയോഗിക്കുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിന്റെ അടിത്തറയെ ബാധിക്കുന്നതാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വോട്ടർമാരുടെ തിരഞ്ഞെടുപ്പ് ബാഹ്യ സ്വാധീനങ്ങളാൽ നയിക്കപ്പെടുകയാണെങ്കിൽ അത് അവരുടെ സ്വന്തം തിരഞ്ഞെടുപ്പല്ലെന്നും മറ്റൊരാളുടെ തിരഞ്ഞെടുപ്പ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യം, നിയമവാഴ്ച, തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ആശയങ്ങളാണ്. ഇതിലൊന്നിന് ക്ഷതമേറ്റാലും മൂന്നിനെയും അത് ബാധിക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി. നിയമസഭാ കയ്യാങ്കളി കേസിൽ CPMന് തിരിച്ചടി. നിയമസഭയിലെ കയ്യാങ്കളിയിൽ വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കി. UDF MLA-മാരായ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയത്. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇനി ഒരു കേസ് മാത്രമാണ് നിലനിൽക്കുക. ഇതോടെ ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് റദ്ദാക്കിയതോടെ ഒറ്റ കേസായി വിചാരണ നടക്കും. അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി കേസ് പരിഗണിക്കും. മെസ്സി വിവാദം അന്വേഷണത്തിന് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് പ്രചരിപ്പിച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും എത്തിയേക്കും. സ്പോൺസറുടെ ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കള്ളപ്പണ ഇടപാടുകളും ക്രമക്കേടുകളും സംശയിക്കുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായ EOWന് കൈമാറാൻ സർക്കാർ ആലോചിക്കുന്നത്. കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ സാമ്പത്തിക ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ EOW കേസ് അന്വേഷിക്കണോ എന്ന പരിശോധനയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം മാത്രമാണ് പരിഗണിച്ചിരുന്നതെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ, വഞ്ചനാകുറ്റം, കബളിപ്പിക്കൽ തുടങ്ങിയവ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതിനാലാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തെയും ഇതിലേക്ക് പരിഗണിക്കുന്നത്.
വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച് കോളേജ് മാനേജ്മെന്റ്. കോതമംഗലം MA കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. വിദ്യാർത്ഥികൾ ഉന്നയിച്ച 5 ആവശ്യങ്ങളാണ് കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചത്. എക്സാം ഫീസ് 6000-ൽ നിന്ന് 1000 കുറച്ചു. KTU നിർദ്ദേശപ്രകാരമുള്ള മിനിമം ക്രെഡിറ്റ് സിസ്റ്റം നടപ്പാക്കുമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥി അക്കാഡമിക് കൗൺസിൽ യോഗങ്ങൾ കൃത്യമായി വിളിച്ചു ചേർക്കാനും തീരുമാനമായി. മാസപ്പടി കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലും ED റെയ്ഡ്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നിഖിലിന്റെ ഫ്ളാറ്റിൽ ED റെയ്ഡ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് നടക്കുന്നത്. കോഴിക്കോട് അടക്കം 8 ഇടങ്ങളിൽ EDയുടെ പരിശോധന തുടരുകയാണ്. മുഹമ്മദ് റിയാസ് MLAയുടെ അടുത്ത സുഹൃത്ത് നന്ദുലാലിന്റെ അപ്പാർട്ട്മെന്റിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇത് 3-ാം തവണയാണ് ED വ്യാപക പരിശോധന നടത്തുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് കോഴിക്കോട് പരിശോധന നടത്തുന്നത്. കേരളത്തിനുള്ള തിരിച്ചടക്കേണ്ടതില്ലാത്ത കേന്ദ്ര ധനസഹായ ലഭ്യതയിൽ കുറവ്. CAGയുടെ പ്രാഥമിക കണക്ക് പ്രകാരം ജൂലൈ വരെ ലഭിച്ചത് ബജറ്റിൽ പ്രതീക്ഷിച്ചതിൻ്റെ 4.24% മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് 10.53% ലഭിച്ചിരുന്നു. സംസ്ഥാനത്തിൻ്റെ കടവും ബാധ്യതകളും 4 മാസം കൊണ്ട് 26,461.75 കോടിയായി. ഇത് വരുമാനവുമായി നോക്കുമ്പോൾ മുൻവർഷത്തേക്കാൾ കൂടിയ അനുപാതത്തിലാണ്. ചെലവിൽ മുൻവർഷത്തേക്കാൾ 9,395.87 കോടിയുടെ വർധനവുണ്ട്. ശമ്പള ചെലവിൽ 2,648 കോടിയും പെൻഷനിൽ 1,991 കോടിയും പലിശ ചെലവിൽ 700 കോടിയും കൂടുതൽ ചെലവായി. കേന്ദ്രം നിബന്ധനകൾ കർശനമാക്കിയതും അത് പാലിക്കാൻ ചില പദ്ധതികളിൽ സംസ്ഥാനത്തിന് കഴിയാത്തതുമാണ് ധനസഹായത്തിലെ ഇടിവിന് പ്രധാന കാരണം. ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായമായി പുതുക്കിയ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് 11,932 കോടിയാണ്. ഇതിൽ ഇതുവരെ ലഭിച്ചത് വെറും 505.40 കോടിയും. PSC പരീക്ഷാ ക്രമക്കേട്. ആദ്യ കേസിൽ 2 ഉദ്യോഗസ്ഥർ പ്രതികൾ. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ PSCയിലെ തെളിവെടുപ്പ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കി. PSCയിലെ 2 ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി വൈകാതെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസാണിത്. PSC ആസ്ഥാനത്തെ ഒരാഴ്ചയോളം നീണ്ട തെളിവെടുപ്പിൽ ഓൺസ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ശേഖരിച്ചു. രേഖകളെല്ലാം ഡിജിറ്റൽ ആയതിനാൽ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു തെളിവെടുപ്പ്.